ഹായ് ഹലോ എവറിബഡി. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരാൾ ഇവിടെ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ആളെ കാണാൻ പോവാണ്. ഇതാണ് മിന്ന കരീം, ഓൾ ദ വേ ഫ്രം ജിദ്ദ. നിലമ്പൂരിൽ നിന്ന് പറയാല്ലേ. രാവിലെ തന്നെ നിലമ്പൂരിൽ നിന്ന് ട്രെയിനും പിടിച്ച് വന്നുകൊണ്ട് എനിക്ക് വിശക്കുന്നേന്നും പറഞ്ഞ് ഒരേ കരച്ചിലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ശരവണ ഭവനിൽ മസാല ദോശയും തൊപ്പി നെയ്റോസ്റ്റും കഴിക്കാൻ വേണ്ടി കയറി. തൊപ്പി നെയ്റോസ്റ്റ് കണ്ട ചിരിയിലും എക്സൈറ്റ്മെൻറ്റിലുമാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ചില മനുഷ്യന്മാർ അങ്ങനെയാണ് നമ്മളെ ലൈഫിൽ. നമ്മൾ വിചാരിക്കും ഒരുപാട് വർഷം നമ്മളെ കൂടെ ഉള്ളവർക്കാണ് നമ്മുടെ ഏറ്റവും നന്നായിട്ട് അറിയുക, നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയുക, അവരില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല എന്ന് ചില മനുഷ്യർ വരുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. എത്ര സമയം വേണമെങ്കിലും ഇരുന്ന് മടുപ്പില്ലാതെ സംസാരിക്കാൻ പറ്റുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ടെങ്കിൽ അതായിരിക്കും ലൈഫിൽ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. സംസാരം അവിടെയും കേൾവി ഇവിടെയും ആയതുകൊണ്ട് തന്നെ എൻ്റെ പ്ലേറ്റ് പെട്ടെന്ന് കാലിയായി. ഷോപ്പ് തുറക്കുന്നതിന് മുന്നേ തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയ ഞങ്ങൾ ആ ഒരു 10 മിനിറ്റ് തേക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ളൊരു ബേക്കറിയിൽ കയറി. അവിടെ ഉണ്ടായിരുന്നതിൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള 2 ഐറ്റം ഓർഡർ ചെയ്ത് കാത്തിരിക്കുന്ന ഒരു കുട്ടീനെയാണ് നിങ്ങൾ കാണുന്നത്. ശരിയാവില്ല കേട്ടോ. കൈപ്പാണ് ഞാൻ കഴിച്ചോളാം. തല്ലും ഈ തീർന്ന്. സലീം കുമാർ സിനിമയിൽ പറയുന്ന പോലെ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പിന്നെ ഒന്നും നോക്കിയില്ല, 2 പേരും കൂടെ അതങ്ങ് തീർന്നു. ആർട്ടിസ്റ്റ് മിന്ന കരീം ലക്ഷ്യസ്ഥാനത്തെത്തിയതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് കൂട്ടുകാരെ നിങ്ങൾ ഈ കാണുന്നത്. സ്വന്തം കടയിലേക്ക് വിളിച്ചു കയറ്റുന്ന പോലെയാണ് അവൾ എന്നെ ഈ ഷോപ്പിലേക്ക് കയറ്റിയത്. പക്ഷേ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ കയറിയിട്ട് ഞാൻ എവിടെ നിന്ന് തുടങ്ങും, എന്ത് ചെയ്യും, ഗൂഗിൾ പേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലോ എന്ന് വരെ ഞാനൊരു മിനിറ്റ് ആലോചിച്ചു. അത്രയും പിൻട്രസ്റ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ ഒരു ഡൈക്കറ്റ് സ്മാർട്ടിൽ നമുക്ക് കാണാനുള്ളത്. ഓരോ ഐറ്റത്തിൻ്റെ പ്രൈസിങ് ആണ് ഏറ്റവും സർപ്രൈസിങ് ആയിട്ടുള്ളത്. എന്തെടുക്കും ഏതെടുക്കും എന്നറിയില്ലെങ്കിലും കാറ് കണ്ടപ്പോൾ ഞാൻ ഓടിപ്പോയി. കാരണം വീട്ടിലിരിക്കുന്ന ആളെ സോപ്പിടാനായിരുന്നേ. എന്താണ് എന്നെ പിടിച്ചു നിർത്തുന്നതെന്ന് എനിക്കറിയില്ല. എവിടെ പ്ലസ് ചോയ്സ് കണ്ടാലും ഞാൻ അവിടെ നിൽക്കും. കണ്ടില്ലേ കരയുന്നത്? നല്ല വിഷമം ഉണ്ടായിരുന്നു. ആ അറ്റം മുതൽ ഈ അറ്റം വരെ ഞാൻ നോക്കി. എന്തിനാ? എൻ്റെ കിഡ്നി എനിക്ക് തരണം. വളരെ അഫോർഡബിൾ പ്രൈസിങ്ങിനായിരുന്നു ഇവരുടെ ഓരോ പിൻട്രസ്റ്റി ഐറ്റംസും. നീ ഒരാളാണ്. ഓരോ സെക്ഷൻ എത്തുമ്പോഴും ഓരോ ഞെട്ടലുകളായിരുന്നു എന്നെ തേടി അവിടെ ഉണ്ടായിരുന്നത്. ഈ ഒരു ഭാഗത്ത് മിന്ന കരീം അധിക സമയം നിന്നിരുന്നു. കണ്ടില്ലേ, ഞാൻ ടാറ്റ പറഞ്ഞ് പോവുകയാണെന്ന് പറഞ്ഞ് കയറുമായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക്. ഒരു വിധത്തിലാണ് ഞാൻ അവിടുന്ന് പിടിച്ചുകൂട്ടി പുറത്തേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ എല്ലാ ഞങ്ങൾക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ എല്ലാ ഭാഗത്തു കൂടെയും ഞങ്ങൾ നടന്നു. അങ്ങനെ കുറച്ച് സാധനമാണെങ്കിലും വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ അവിടുന്ന് ഷോപ്പ് ചെയ്തിറങ്ങി. സത്യം പറഞ്ഞാൽ അവിടുന്ന് ഞങ്ങൾക്ക് ഇറങ്ങാൻ മനസ്സ് വരുന്നില്ലായിരുന്നു എന്നുള്ളതാണ് ആ ഡൈക്കറ്റ് സ്മാർട്ടിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. പിന്നീട് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ലുലു മോളിൽ എത്തിയപ്പോൾ ഇതാ നിൽക്കുന്നു മിൻഷ കരീം. അതെ, മിന്ന കരീമിൻ്റെ സഹോദരി, ഞങ്ങളുടെ സ്വന്തം നിഷുമോൾ. ഞങ്ങൾ 2 കാത്തു നിന്ന് വിശഞ്ഞ് വലഞ്ഞ് നിൽക്കുന്ന കുട്ടീനെയാണ് നിങ്ങളിവിടെ കാണുന്നത്. എത്രയും പെട്ടെന്ന് ഫുഡ് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ ഡേഞ്ചറസ് ആവുന്ന മനസ്സിലായ ഞങ്ങൾ നടന്നു. ഫോട്ടോ അല്ല, ഇത് യൂട്യൂബിലേക്കുള്ള വീഡിയോ ആണ്. താല്പര്യമില്ല എന്ന് പറഞ്ഞ കുട്ടി കേൾക്കുമോ? ഇല്ലല്ലോ, എനിക്ക് താല്പര്യം. അങ്ങനെ ഞങ്ങൾ ലുലു മോളിൽ നിന്ന് തിരിച്ചിവരെ കൊണ്ടുവിടാനുള്ള പോക്കാണ്. മിന്ന കരീം എന്തൊക്കെയോ പറയുന്നുണ്ട്. ഏതൊക്കെയോ സാധനം വാങ്ങണമെന്നോ ഒട്ടിച്ച് വെച്ച് വീഡിയോ എടുക്കണമെന്നോ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, അവർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ നല്ല സൂപ്പർ ബ്ലോക്കെല്ലാം കഴിഞ്ഞ് അവരെ കൊണ്ടുവിട്ട് ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു.